ഹായ് ഓൾ, വെൽക്കം ടു JEE മാത്സ് സെക്ഷൻ ഓഫ് ആൽഫ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കറൻസ് റിലേഷൻ ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കൂ മക്കളെ, ax² + bx + c = 0 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ എന്ന് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കൊരു കണ്ടീഷൻ തരും, SN എന്നോ P എന്നോ ഒരു കണ്ടീഷൻ തരും. K1 alpha raised to n plus K2 beta raised to n എന്നുള്ളൊരു കണ്ടീഷനും നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടുന്ന് നമ്മൾ റെക്കറൻസ് റിലേഷൻ എഴുതുന്നു. എങ്ങനെ എഴുതുക? A എഴുതുക, എന്നിട്ടോ ആ x² റീപ്ലേസ് ചെയ്ത് SN + 2. B അടുത്ത കോഎഫിഷ്യന്റ് എഴുതുക, B x റീപ്ലേസ് ചെയ്തിട്ട് SN + 1 പ്ലസ് കോൺസ്റ്റന്റ് ടേമിന്റെ കൂടെ SN എന്ന് എഴുതുക =0. ഇതാണ് റെക്കറൻസ് റിലേഷൻ. ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. ദെൻ അവർ ക്വസ്റ്റ്യൻ 2024 JEE മെയിനിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയുമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, K1 ആൻഡ് K2 ആർ കോൺസ്റ്റൻസ്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? റെക്കറൻസ് റിലേഷൻ എഴുതുന്നു. x² റീപ്ലേസ് ചെയ്യുന്നു, A1 ആണ്, SN + 2 മൈനസ് x റീപ്ലേസ് ചെയ്യുന്നു, B -1 ആയതുകൊണ്ട് x റീപ്ലേസ് ചെയ്യുന്നു, SN + 1. കോൺസ്റ്റന്റ് ടേം എഴുതുന്നു -1, അതിൻ്റെ കൂടെ ഞാൻ SN എഴുതുന്നു =0. എന്നാൽ ഒരു കാര്യം ചെയ്യൂ മക്കളെ, SN + 2 = SN + 1 + SN നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. നോക്കൂ, ഓപ്ഷൻസിലെല്ലാം തന്നെ S10, S11, S12 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്നിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് കൊടുക്കുന്നു, അല്ലേ? ആദ്യം നമ്മൾ ലീസ്റ്റ് വാല്യൂ കൊടുത്തു നോക്കുക, 10, 11, 12. അപ്പോൾ എന്നിന് ഞാൻ എന്ത് ചെയ്യുന്നു? 10 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? S12 = S11, 10 + 1 + S10 എന്ന് കിട്ടി. അപ്പോൾ S12 = S11 + S10. എത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാം. 2024 JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്.